Hi. Next topic is combining and splitting of Poisson processes. Sum of independent Poisson process. Suppose N1T and N2T are two independent Poisson processes with rates lambda 1 and lambda 2 respectively. Then their sum N of t equal to N1T plus N2T is also a Poisson process with rate lambda 1 plus lambda 2. രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പോയിസൺ പ്രോസസ് എടുത്തിരിക്കുകയാണ് N1Tയും N2Tയും. അതിന്റെ റേറ്റ്സ് എന്താണ്? N1Tക്ക് ലാംഡ 1ഉം N2Tക്ക് ലാംഡ 2ഉം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സം N1T പ്ലസ് N2T അതായത് N of t ഇതും ഒരു പോയിസൺ പ്രോസസ് ആയിരിക്കും വിത്ത് റേറ്റ്സ് ലാംഡ 1 പ്ലസ് ലാംഡ 2 ഇതായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ നോക്കാം, ഒന്ന് വായിച്ചു നോക്കുക. Buses owned by two different companies A and B arriving at the same bus stop. രണ്ട് ഡിഫറെന്റ് കമ്പനീസ് ആണ് എയും ബിയും. രണ്ടിന്റെയും ബസ് സെയിം ബസ് സ്റ്റോപ്പിൽ വരുന്നുണ്ട്. ബസസ് ഓൺഡ് ബൈ എ അറൈവ് ആസ് എ പോയിസൺ പ്രോസസ് ഓഫ് റേറ്റ് 2 per hour. എ വരുന്ന റേറ്റ് എന്താണ്? 2 per hour ആണ്. ബസസ് ഓൺഡ് ബൈ ബി അറൈവ് ആസ് എ പോയിസൺ പ്രോസസ് ഓഫ് റേറ്റ് 1 per hour. അസ്യൂം ദാറ്റ് ടു കമ്പനീസ് ആർ ഇൻഡിപെൻഡന്റ്. ഈ രണ്ട് കമ്പനീസും ഇൻഡിപെൻഡന്റ് ആണ്. What is the distribution of the waiting time to the arrival of first bus? First bus വരുന്നതിനുള്ള waiting time എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. What is the expected waiting time of the first arrival? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അറൈവലിന്റെ എക്സ്പെക്ടഡ് വെയിറ്റിംഗ് ടൈം എന്താണ്? അടുത്തൊരു പാർട്ട് പറയുന്നുണ്ട്. If Mr. Kumar arrives at the bus stop just when a bus has left. ഒരു ബസ് പോയി ഉടനെയാണ് മിസ്റ്റർ കുമാർ വരുന്നത്. What is the probability that he will have to wait at least 15 minutes to catch of the next bus of either kind? അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് ശരിക്കും വായിച്ചു നോക്കുക. അപ്പൊ രണ്ട് കമ്പനിയുടെ കാര്യം പറയുന്നുണ്ട്, എയും ബിയും. രണ്ട് ഡിഫറെന്റ് കമ്പനീസ് ആണ് എയും ബിയും. അപ്പൊ ഇതൊരു പോയിസൺ പ്രോസസ് ആണ്, ഇതും ഒരു പോയിസൺ പ്രോസസ് ആണ്. ഇത് N1T, ഇത് N2T. അപ്പൊ ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞതിൽ റേറ്റ് ലാംഡ 1 എന്ന് പറയുന്നത് 2 per hour ആണ്. ഇതിന്റെ റേറ്റ് എന്താണ്? ലാംഡ 2 എന്ന് പറയുന്നത് 1 per hour ആണ്. ഇനി ബാക്കി നോക്കാം. അപ്പോൾ എന്താണ്? എ ടൈപ്പ് ബസിന്റെ വെയിറ്റിംഗ് ടൈപ്പ് ആണ് N1T. ബി ടൈപ്പ് ബസിന്റെ എന്താണ്? N2T. ഇത് രണ്ടും എന്താണ്? N1T and N2T denote the arrival process for the A type and B type buses respectively. Given that N1T and N2T are Poisson processes with rates lambda 1 equal to 2 per hour and lambda 2 equal to 1 per hour. ഇത്രയും ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പൊ N1Tയും N2Tയും Poisson പ്രോസസ് ആണ്. ലാംഡ 1ഉം ലാംഡ 2ഉം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സം എന്താണ്? N of t equal to N1T plus N2T. കമ്പൈനിങ് പ്രോസസ് അല്ലേ? N1Tയുടെയും N2Tയുടെയും സമ്മാണ് N of t. ഇതും ഒരു പോയിസൺ പ്രോസസ് ആണ്. അതിന്റെ റേറ്റ് എന്തായിരിക്കും? ലാംഡ ഈക്വൽ ടു ലാംഡ 1 പ്ലസ് ലാംഡ 2 ആയിരിക്കും. അതായത് 3 per hour ആയിരിക്കും. ഇത് പോയിസൺ പ്രോസസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ PDF എന്താണ്? ഇതിന്റെ PDF എന്ന് പറയുന്നത് f of t ഈക്വൽ ടു ഫോർമുല എന്താണ്? പോയിസൺ പ്രോസസിന്റെ PDF ലാംഡ e റൈസ് ടു മൈനസ് ലാംഡ t എന്നാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഇതാണ് ഫോർമുല. നമുക്ക് ലാംഡയുടെ സ്ഥാനത്ത് എന്താണുള്ളത്? 3 അല്ലേ? ലാംഡ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ എന്ത് വരും? 3 e റൈസ് ടു മൈനസ് 3t. 3 e റൈസ് ടു മൈനസ് 3t ഇതല്ലേ? ഇതെപ്പോഴാണ്? 4t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0 അതർവൈസ്. ഇതൊരു പോയിസൺ പ്രോസസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ഇതിന്റെ PDF ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? വാട്ട് ഈസ് ദ എക്സ്പെക്ടഡ് വെയിറ്റിംഗ് ടൈം ഓഫ് ദ ഫസ്റ്റ് അറൈവൽ? ഫസ്റ്റ് അറൈവൽ വരുന്നതിനുള്ള എക്സ്പെക്ടഡ് വെയിറ്റിംഗ് ടൈം എന്താണ്? ഇതിന്റെ ആവറേജ്, അതായത് മീൻ. എക്സ്പെക്ടഡ് വെയിറ്റിംഗ് ടൈം, ഫസ്റ്റ് അറൈവലിന്റെ എക്സ്പെക്ടഡ് വെയിറ്റിംഗ് ടൈം ആണ് ചോദിക്കുന്നത്. പോയിസൺ പ്രോസസ് ആണ്. അപ്പം മീൻ എന്താണ്? 1 by ലാംഡ അല്ലേ? 1 by ലാംഡ അതായത് 1/3. 1/3 എന്ന് പറയുമ്പോൾ എന്ത് വരും?
ഇതിപ്പോ 3/h ആണ് പറയുന്നത്, 3/h. അപ്പൊ ഈ 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 20 minutes അല്ലേ? 20 minutes. അപ്പൊ എക്സ്പെക്ടഡ് വെയിറ്റിംഗ് ടൈം ഫോർ ദ ഫസ്റ്റ് അറൈവൽ എന്ന് പറയുന്നത് 20 minutes ആണ്. ഇനി അടുത്ത് എന്ത് പറയുന്നുണ്ട്? അപ്പൊ ആ പാർട്ടായി. മിസ്റ്റർ കുമാർ arrives at the bus stop just when a bus has left. What is the probability that he will have to wait at least 15 minutes to catch the bus of either kind? ജസ്റ്റ് ഒരു ബസ് പോയ ഉടനെയാണ് മിസ്റ്റർ കുമാർ വരുന്നത്. അയാൾക്ക് 15 minutes എങ്കിലും, അറ്റ്ലീസ്റ്റ് 15 minutes എങ്കിലും വെയിറ്റ് ചെയ്യണമെന്നാണ്. അറ്റ്ലീസ്റ്റ് 15 minutes എങ്കിലും വെയിറ്റ് ചെയ്യണം അടുത്ത ബസ് കിട്ടാനായിട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോബിലിറ്റി എന്താണ്? പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 15 minutes എങ്കിലും വെയിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? റിക്വേർഡ് പ്രോബിലിറ്റി അതായത് പ്രോബിലിറ്റി ഓഫ് ടി ഗ്രേറ്റർ ദാൻ 15 minutes. ഇതല്ലേ? ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ലാംഡ എന്ന് പറഞ്ഞാൽ 3/h ആണ്. അപ്പൊ പെർ അവറിലോട്ട് മാറ്റണം. അപ്പൊ ടി ഗ്രേറ്റർ ദാൻ 15 minutes എന്ന് പറയുമ്പോൾ എന്താണ്? 15 minutes എന്ന് പറയുമ്പോൾ 1/4 ഓഫ് എ അവർ അല്ലേ? അതായത് പ്രോബിലിറ്റി ഓഫ് ടി ഗ്രേറ്റർ ദാൻ 1/4 ഓഫ് എ അവർ അല്ലേ? ഒരു മണിക്കൂറിന്റെ 4/1. അപ്പൊ ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഇതെന്ത് വരും? പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം തെറ്റിപ്പോയി. എന്നും ടിയും എൻഡും ടിയും രണ്ട് പോയിസൺ പ്രോസസ് ആണ്, എ ടൈപ്പിന്റെയും ബി ടൈപ്പിന്റെയും റെസ്പെക്റ്റീവ്ലി. എന്നും ടിയുടെ റേറ്റ് ആണ് λ1 2/h, എൻഡു ടിക്ക് റേറ്റ് 1/h. അപ്പൊ ഇതിന്റെ കമ്പൈനിങ് എന്താണ്? എൻ ഓഫ് ടി എന്ന് പറയുന്നത് എന്നും ടി പ്ലസ് എൻഡു ടി. ഇത് എന്താണ്? അറൈവൽ പ്രോസസ് ഫോർ ദി ബസ് ഓഫ് എയ്തർ കൈൻഡ്. ഇതും ഒരു പോയിസൺ പ്രോസസ് ആണ്. ഇതിന്റെ റേറ്റ് എന്താണ്? λ=λ1 + λ2, അതായത് 3/h. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്ടഡ് വെയിറ്റിംഗ് ടൈം ഓഫ് ദ ഫസ്റ്റ് അറൈവൽ ആണ്. അതായത് ദി വെയിറ്റിംഗ് ടൈം T1, ഫസ്റ്റ് അറൈവലിന്റെ വെയിറ്റിംഗ് ടൈം T1. ഇതെന്താണ്? ഇതൊരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? വിത്ത് പാരാമീറ്റർ ലാംഡ അല്ലേ? λ3 അല്ലേ? അപ്പൊ എന്താണ്? ദി വെയിറ്റിംഗ് ടൈം T1 ടു ദ ഫസ്റ്റ് അറൈവൽ വിൽ ബി എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ λ3 ആണേ. അപ്പൊ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഇത് എന്തോന്ന് ഡിസ്ട്രിബ്യൂഷൻ ആണ്? പോയിസൺ അല്ല. വെയിറ്റിംഗ് ടൈമിന്റെ കാര്യം ആയപ്പോഴത്തേക്ക് എന്തായി? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആയി. എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF ആണ് λe⁻ λt അല്ലേ? പോയിസൺ പ്രോസസിന്റെ അല്ല, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF ആണ് λe⁻ λt. അപ്പൊ എന്ത് വരും? 3e⁻³ t ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0 അതർവൈസ്. ഇനി എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എക്സ്പെക്ടഡ് വെയിറ്റിംഗ് ടൈം ഓഫ് ഫസ്റ്റ് അറൈവൽ, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് T1 എന്താണ്? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ആണ് 1/λ. പോയിസൺ പ്രോസസിന്റെ അല്ല. ആദ്യം അത് പോയിസൺ പ്രോസസ് ആയിരുന്നു. പിന്നെ നോക്കി എന്താണ്? വെയിറ്റിംഗ് ടൈം T1 ടു ദ ഫസ്റ്റ് അറൈവൽ എന്ന് വന്നപ്പോഴത്തേക്ക് അതെന്തായി? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ λ ആയി. അതുകൊണ്ട് എക്സ്പോണൻഷ്യലിന്റെ PDF ആണ് എഴുതിയത് λe⁻ λt, അതായത് 3e⁻³ ഇനി എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് ഫസ്റ്റ് അറൈവൽ, എക്സ്പെക്ടഡ് അറൈവൽ ഓഫ് ദ ഫസ്റ്റ് അറൈവൽ എന്ന് പറയുമ്പോൾ എന്താണ്? 1/λ മീൻ 1/λ, അത് 1/3 ആണ്, 20 minutes ആയി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ റിക്വേർഡ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് മിസ്റ്റർ കുമാർ എപ്പോഴാണ്? മിസ്റ്റർ കുമാറിനെ അറ്റ്ലീസ്റ്റ് 15 minutes എങ്കിലും വെയിറ്റ് ചെയ്യണമെന്നാണ്. അറ്റ്ലീസ്റ്റ് 15 minutes എങ്കിലും വെയിറ്റ് ചെയ്യണം. അതായത് പ്രോബിലിറ്റി ഓഫ് ടി ഗ്രേറ്റർ ദാൻ 1/4. 15 minutes എന്ന് പറയുമ്പോൾ 1/4 ഓഫ് എ അവർ ആണ്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ടി ഗ്രേറ്റർ ദാൻ 1/4 ആണ്. ഇതെന്താണ്? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന് നമുക്കൊരു ഫോർമുല ഉണ്ട്. പ്രോബിലിറ്റി ഓഫ് ടി ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്നത് e⁻ λa ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? e⁻ λ ഇൻറ്റു എയുടെ സ്ഥാനത്ത് 1/4 ഇതാണ്. അപ്പൊ e⁻ എന്താണ്? λ3 ആണ്. e⁻³ ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റർ നോക്കി എടുക്കാം. 0.4724 എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് സ്പ്ലിറ്റിംഗ് പോയിസൺ പ്രോസസ്. ആദ്യം പഠിച്ചത് കമ്പൈനിങ് ആണ്. രണ്ട് പോയിസൺ പ്രോസസ്സിനെ കമ്പൈൻ ചെയ്ത് ഒറ്റ പ്രോസസ് ആക്കുന്നതാണ് കമ്പൈനിങ്. അപ്പൊ സ്പ്ലിറ്റിംഗ് എന്തായിരിക്കും? ഒരു പോയിസൺ പ്രോസസ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കുന്നു. അതായത് നമ്മൾ ടൈപ്പ് 1 ടൈപ്പ് 2 എന്ന് പറഞ്ഞ് രണ്ട് പോയിസൺ പ്രോസസ് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അപ്പൊ അറൈവൽ ഓഫ് ടൈപ്പ് 1
ടൈപ്പ് 1ന്റെ പ്രോബിലിറ്റി പിയും ടൈപ്പ് 2ന്റെ പ്രോബിലിറ്റി 1 മൈനസ് പി ഈക്വൽ ടു ക്യൂ ആണ്. ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, അതായത് ഒരു പോർഷൻ പ്രോസസ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കുന്നു. അതിന്റെ എക്സാമ്പിൾസ്: ദി അറൈവൽസ് ആർ റേഡിയോ ആക്റ്റീവ് എമിഷൻസ് ആൻഡ് ഈച്ച് എമിറ്റഡ് പാർട്ടിക്കിൾ ഡിറ്റക്റ്റഡ് ടൈപ്പ് 1 ഓർ മിസ്ഡ് ടൈപ്പ് 2 ബൈ എ ഗീഗർ കൗണ്ടർ. ഒരു റേഡിയോ ആക്റ്റീവ് എമിഷൻസിലെ ഈ എമിറ്റഡ് പാർട്ടിക്കിൾസ് ഒരു ഗീഗർ കൗണ്ടർ വഴി ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അത് ടൈപ്പ് 1ഉം മിസ്ഡ് ആവുന്നതിന് ടൈപ്പ് 2 എന്നും പറയാണ്. അപ്പൊ റേഡിയോ ആക്റ്റീവ് എമിഷൻ വഴി എമിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഒരു ഗീഗർ കൗണ്ടർ വഴി ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ടൈപ്പ് 1 എന്നും മിസ്ഡ് പാർട്ടിക്കിൾസിന് ടൈപ്പ് 2 എന്നും പറയുന്നു. ഇത് സ്പ്ലിറ്റിംഗ് ഒരു എക്സാമ്പിൾ ആണ്. രണ്ടാകുന്നു. അടുത്തത്, ദി അറൈവൽസ് ഓഫ് കസ്റ്റമേഴ്സ് അറ്റ് എ സർവീസ് സ്റ്റേഷൻ ഈസ് ക്ലാസിഫൈഡ് എയ്തർ മെയിൽ ടൈപ്പ് 1 ഓർ ഫീമെയിൽ ടൈപ്പ് 2. അല്ലേ? ഒരു സർവീസ് സ്റ്റേഷനിൽ വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് മെയിൽസിനെല്ലാം ടൈപ്പ് 1 എന്നും ഫീമെയിലിന് ടൈപ്പ് 2 എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അടുത്ത് പറയുന്നത്, ദി അറൈവൽസ് ആർ ഇൻഷുറൻസ് ക്ലെയിംസ് സബ്മിറ്റഡ് ടു ആൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് ഈച്ച് ക്ലെയിം ഈസ് എയ്തർ ഓഫ് മോർ ദാൻ 10 lakhs. മോർ ദാൻ 10 lakhsന് മുകളിലാണ് ക്ലെയിം എങ്കിൽ അതിന് ടൈപ്പ് 1 എന്നും ലെസ് ദാൻ 10 lakh ആണെങ്കിൽ അത് ടൈപ്പ് 2 എന്നും പറയുന്നു. ഒരു ഇൻഷുറൻസ് കമ്പനിയില് ക്ലെയിംസിന്റെ ഇൻഷുറൻസ് ക്ലെയിം മോർ ദാൻ 10 lakh ആണെങ്കിൽ അത് ടൈപ്പ് 1 എന്നും ലെസ് ദാൻ 10 lakh ആണെങ്കിൽ ടൈപ്പ് 2. അതായത് ഒരു പോർഷൻ പ്രോസസ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കുന്നു. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്താണ് സ്പ്ലിറ്റിംഗ് പ്രോപ്പർട്ടി നോക്കാം. എൻ ഓഫ് ടി എന്ന് പറയുന്ന ഒരു പോർഷൻ പ്രോസസ് വിത്ത് റൈറ്റ് ലാംഡ ക്ലാസിഫൈഡ് ഇൻറ്റു ടൈപ്പ് 1 വിത്ത് പ്രോബിലിറ്റി പി ആൻഡ് ടൈപ്പ് 2 വിത്ത് പ്രോബിലിറ്റി ക്യൂ. 0, t എന്ന് പറയുന്ന ഒരു ടൈം ഇന്റർവെല്ലിലെ നമ്പർ ഓഫ് ടൈപ്പ് 1 അറൈവൽസ് ആണ് n1t. നമ്പർ ഓഫ് ടൈപ്പ് 2 അറൈവൽസ് ആണ് n2t. ഇത് രണ്ടും വീണ്ടും പോർഷൻ പ്രോസസ് ആയിരിക്കും. അതാണ് സ്പ്ലിറ്റിംഗ്. n of t is split into n1t and n2t. These two are again Poisson process with rate lambda p and lambda q respectively. ഇതാണ് സ്പ്ലിറ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത്. ഇനി ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. ഇവിടുത്തെ q എന്ന് പറയുന്നത് 1 മൈനസ് പി ആണ്. ടൈപ്പ് 1ന്റെ പ്രോബിലിറ്റി എന്താണ്? p. ടൈപ്പ് 2ന് q ആണ്. q എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ റേഡിയോ ആക്റ്റീവ് സോഴ്സ് എമിറ്റ്സ് പാർട്ടിക്കിൾസ് അറ്റ് എ റേറ്റ് ഓഫ് 5 per minute. In accordance with a Poisson process, each particle emitted has a probability of 0.6 of being recorded by a device. അത് 3 ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് നമുക്കിത് സൊല്യൂഷൻ ആണ്. ഇത് എൻ ഓഫ് ടി എന്ന് പറയുന്നതാണ് മൊത്തം എമിറ്റ്സ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ നമ്പർ. മൊത്തം എമിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ എൻ ഓഫ് ടി. അതിന് n1t റിക്കോർഡഡ് ആണ്. റിക്കോർഡഡ് ബൈ എ ഡിവൈസ്. അപ്പൊ n2t എന്താണ്? അൺറിക്കോർഡഡ് ബൈ എ ഡിവൈസ്. അപ്പൊ n ഓഫ് ടിയുടെ നമ്പർ ഓഫ് അറൈവൽസ് എന്ന് പറയുന്നത് 5 per minute ആണ്. അപ്പൊ n1tയും n2tയും എന്താണ്? ടൈപ്പ് 1ഉം ടൈപ്പ് 2 അറൈവൽസ് ആണ്. 0, t എന്ന് പറയുന്ന ടൈം ഇന്റർവെൽ വരുന്ന ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 അറൈവൽസ് ആണ് n1tയും n2tയും. മൊത്തം എമിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് n ഓഫ് ടി ആണ്. അതിനകത്ത് നിന്ന് ബീയിങ് റെക്കോർഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് അറൈവൽസ് ആണ് n1t. അൺറിക്കോർഡ് ആയിട്ട് വരുന്നതാണ് n2t. നമ്മൾ ഇതിനെ ടൈപ്പ് 1 എന്നും ടൈപ്പ് 2 എന്നും പറയുന്നു. അപ്പൊ ഇതാണ് സ്പ്ലിറ്റിംഗ്. രണ്ടാക്കി സ്പ്ലിറ്റിംഗ് ആണ്. ഇനി എന്ത് പറയുന്നുണ്ട്? ഈ n ഓഫ് ടി ഒരു പോർഷൻ പ്രോസസ് ആണ് വിത്ത് റേറ്റ് ലാംഡ ഈക്വൽ ടു 5. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ n1t എന്ന് പറയാൻ n1t എന്തായിരിക്കും? ഈസ് ആൾസോ എ പോർഷൻ പ്രോസസ് വിത്ത് റേറ്റ് ലാംഡ 1 ഈക്വൽ ടു ലാംഡ p ആണ്. p എത്രയാണ്? p 0.6 ആണെന്ന് പറയുന്നുണ്ട്. റെക്കോർഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.6 ആണ്. അപ്പൊ ലാംഡ ഇൻറ്റു 0.6. ലാംഡ എന്താണ്? 5 ആണ്. 5 ഇൻറ്റു 0.6 3 എന്ന് കിട്ടി. അപ്പൊ എന്താണ് കിട്ടിയത്? n1t. അതിന്റെ റേറ്റ് 3 per minute ആണ്. അപ്പൊ n2t എന്തായിരിക്കും? ഈസ് എ പോർഷൻ പ്രോസസ് വിത്ത് റേറ്റ് ലാംഡ 2 ഈക്വൽ ടു ലാംഡ 2 എന്ന് പറഞ്ഞാൽ ലാംഡ q ആണ്. ലാംഡ q. ലാംഡ എന്ന് പറയുന്നത് 5 ആണ്. q എത്ര? അൺറിക്കോർഡ് ആയിട്ട് വരാനുള്ള പ്രോബിലിറ്റി 0.4 ആണ്. അപ്പൊ 5 ഇൻറ്റു 0.4 2 എന്ന് കിട്ടും. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വായിച്ചു നോക്കാം.
ഒന്നാമത്തേത് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് 10 പാർട്ടിക്കിൾസ് ആർ റെക്കോർഡഡ് ഇൻ എ 4 മിനിറ്റ് പീരീഡ്. ടൈം 4 മിനിറ്റ് ആണ്. ടൈം 4 മിനിറ്റ്. അതിനകത്ത് 10 പാർട്ടിക്കിൾസ് ആർ റെക്കോർഡഡ് ഇൻ എ 4 മിനിറ്റ് പീരീഡിന് വരുന്ന പ്രോബിലിറ്റി ആണ് ചോദിക്കുന്നത്. അതായത് പ്രോബിലിറ്റി ഓഫ് റെക്കോർഡ് ചെയ്യുന്നതാണ്. റെക്കോർഡ് ചെയ്യുന്നത് എന്താണ്? എൻ ഓൺ ടി. അൺറെക്കോർഡ് ആകുന്നതാണ് എൻ ടു ടി. പ്രോബിലിറ്റി ഓഫ് എൻ ഓൺ ടി ഈക്വൽ ടു 10. 10 പാർട്ടിക്കിൾസ് ആർ ബീയിങ് റെക്കോർഡഡ്. 10 പാർട്ടിക്കിൾസ് റെക്കോർഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് ഇൻ എ ടൈം 4 മിനിറ്റ് പീരീഡ്. അപ്പൊ ഇതിന്റെ എന്താണ് വരുന്നത്? ഇ റൈസ് ടു മൈനസ് ലാംഡ 1 ടി. ലാംഡ 1 ടി റൈസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ എന്നല്ലേ? എൻ 10 ആണ്, ടി 4 ആണ്. അപ്പൊ ഇ റൈസ് ടു മൈനസ് ലാംഡ 1 4. ലാംഡ 1 4 റൈസ് ടു 10 ബൈ 10 ഫാക്ടോറിയൽ. ഇന്നും കൂടെ വേണം. ലാംഡ 1 എന്താണ്? ലാംഡ 1 3 ആണ്. അപ്പൊ എന്ത് വരും? ഇ റൈസ് ടു മൈനസ് 12 12 റൈസ് ടു 10 ബൈ 10 ഫാക്ടോറിയൽ എന്നാണ്. ഇത് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്ത് എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ഓൺ ആൻ ആവറേജ് ഹൗ മെനി പാർട്ടിക്കിൾസ് ഗോ അൺറെക്കോർഡഡ് ഇൻ എ 1 hour പീരീഡ്. 1 മണിക്കൂർ സമയം കൊണ്ട് ഒരു ആവറേജ് എത്ര പാർട്ടിക്കിൾസ് ആണ് ഗോ അൺറെക്കോർഡഡ് ആയിട്ട് പോകുന്നത്? ഒരു 1 hour പീരീഡ്. 1 hour പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം നമ്മൾ 60 മിനിറ്റ് ആണ്. 1 hour പീരീഡ് ടൈം 60 മിനിറ്റ്. ഒരു ആവറേജ് എത്ര പാർട്ടിക്കിൾസ്? അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് ഗോ അൺറെക്കോർഡ് ആണ്. അൺറെക്കോർഡ് എന്താണ്? എൻ ടു ടി. എക്സ്പെക്ടേഷൻ ഓഫ് എൻ ടു ടി ആണ് ചോദിക്കുന്നത്. ഒരു 60 മിനിറ്റ് ടൈമിന് ഒരു ആവറേജ് എത്ര പാർട്ടിക്കിൾസ് അൺറെക്കോർഡ് ആയിട്ട് പോകുന്നു എന്നാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അത്ര ഒരു സുഖം തോന്നുന്നില്ല എങ്കിലും ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പൊ കണ്ടുപിടിക്കണം എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എൻ ടു ടി ആണ്. എൻ ടു ടിയുടെ എക്സ്പെക്ടേഷൻ എന്താണ്? ലാംഡ 2 ടി ആണ്. ലാംഡ 2 ടി. ലാംഡ 2 എന്താണ്? 2 ആണ്. ടി 60 ആണ്. അപ്പൊ എന്ത് വന്നു? 120 പാർട്ടിക്കിൾസ് ആണ്. ഒരു ആവറേജ് 120 പാർട്ടിക്കിൾസ് ആണ് അൺറെക്കോർഡ് ആയിട്ട് പോകുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വാട്ട് ഈസ് ദ എക്സ്പെക്ടഡ് ടൈം അണ്ടിൽ ദ 10th പാർട്ടിക്കിൾ ഈസ് റെക്കോർഡഡ്? അത് നോക്കാം. വാട്ട് ഈസ് ദ എക്സ്പെക്ടഡ് ടൈം അണ്ടിൽ ദ 10th പാർട്ടിക്കിൾ ഈസ് റെക്കോർഡഡ്? 10th പാർട്ടിക്കിൾ റെക്കോർഡ് ചെയ്യാനുള്ള എക്സ്പെക്ടഡ് ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ലെറ്റ് ടി എൻ ഡിനോട്ട് ദ ടൈം ബിറ്റ്വീൻ ദ n-1 ആൻഡ് nth പാർട്ടിക്കിൾ റെക്കോർഡഡ്. n-1 പാർട്ടിക്കിളും nth പാർട്ടിക്കിളും റെക്കോർഡ് ചെയ്യാനുള്ള ടൈം ആണ് ടി എൻ. n ഈക്വൽ ടു 1 2 3 എക്സെട്ര. അങ്ങനെയാണെങ്കിൽ ഫോർ ഈച്ച് എൻ ടി എൻ എന്താണ്? ടി എൻ ഈസ് എൻ എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിൾ വിത്ത് പാരാമീറ്റർ ലാംഡ 1 ഈക്വൽ ടു 3. റെക്കോർഡ് ചെയ്യുന്ന കാര്യമാണ്. റെക്കോർഡ് ചെയ്യുന്ന ലാംഡ 1 എന്താണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി എൻ എന്താണ്? 1 by ലാംഡയാണ്. 1 by ലാംഡ 1. ലാംഡ 1 3 അല്ലേ? അപ്പം 1 by 3 ഫോർ ഈച്ച് എൻ. അതായത് nth പാർട്ടിക്കിൾ റെക്കോർഡ് ചെയ്യാനുള്ള ടൈമാണ് 1 by 3 ഫോർ ഈച്ച് എൻ. എക്സ്പെക്ടേഷൻ ഓഫ് ടി എൻ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് 10th പാർട്ടിക്കിൾ റെക്കോർഡ് ചെയ്യാനുള്ള എക്സ്പെക്ടഡ് ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടി എന്താണ്? ടോട്ടൽ ടൈം ടി എന്താണ്? ടി ഡിനോട്ട് ദ ടൈം അണ്ടിൽ ദ 10th പാർട്ടിക്കിൾ ഈസ് റെക്കോർഡഡ്. ടി എന്ന് പറയുന്നത് T1 പ്ലസ് T2 പ്ലസ് എക്സെട്ര അപ് ടു T10. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് T1 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് T2 പ്ലസ് എക്സെട്ര അപ് ടു എക്സ്പെക്ടേഷൻ ഓഫ് T10 ആണ് അല്ലേ? അതെങ്ങനെയാ വന്നു? ഇത് ഓരോന്നും ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് എക്സ്പെക്ടേഷൻ എടുത്ത് ആഡ് ചെയ്താൽ മതി. ഇത് ഓരോന്നിന്റെ എക്സ്പെക്ടേഷൻ എന്താണ്? 1 by 3 വീതമാണ്. 1 by 3 പ്ലസ് 1 by 3 പ്ലസ് എക്സെട്ര അപ് ടു 1 by 3 അപ് ടു 10 ടൈംസ് ആഡ് ചെയ്യുന്നു. 10 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 10 by 3 മിനിറ്റ് എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ ആയി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് പീപ്പിൾ അറൈവ് അറ്റ് എ ബുക്ക് സ്റ്റാൾ ഇൻ അക്കോർഡൻസ് വിത്ത് എ പോയിസൺ പ്രോസസ് വിത്ത് എ മീൻ റേറ്റ് ഓഫ് 3 per minute. ലാംഡ 3 per minute എന്ന് പറയുന്നുണ്ട്. ഇതെന്താണ്? പോയിസൺ പ്രോസസ് ആണ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇന്റർവൽ പ്രോസസ് ബിറ്റ്വീൻ 2 കൺസിക്യൂട്ടീവ് അറൈവൽസ്. എന്താണ് ഇന്റർവൽ പ്രോസസ് ബിറ്റ്വീൻ 2 കൺസിക്യൂട്ടീവ് അറൈവൽസ് എന്ന് പറയുന്നത്? ഇന്റർ അറൈവൽ ഓഫ് ടൈംസ് ആണ്. അതെന്താണ്? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ എന്ന് പഠിച്ചിട്ടില്ലേ? ഇന്റർ അറൈവൽ ഓഫ് ടൈംസ് ഈസ് ആൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? ദി ഇന്റർവെൽ പ്രോസസ് ബിറ്റ്വീൻ 2 കൺസിക്യൂട്ടീവ് അറൈവൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെന്താണ്?
it follows an exponential distribution with rate lambda. അല്ലേ? അപ്പൊ എന്താണ്? ടി ഫോളോസ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. ലാംഡ എത്രയാണ്? 3 per minute എന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ പി ഡി എഫ് എന്താണ്? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ പി ഡി എഫ് അല്ലേ? ഹെൻസ് ദ പി ഡി എഫ് ഓഫ് ടി, ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ഈക്വൽ ടു ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ ടി ആണ്. ഇവിടെ ലാംഡ എന്താണ്? 3 ആണ്. അപ്പൊ 3 ഇ റൈസ് ടു മൈനസ് 3t, ടി ഗ്രേറ്റർ ദാൻ 0, 0 അതർവൈസ്. ഇതെന്ത് കിട്ടി? എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ടി. അപ്പൊ അതിന്റെ പി ഡി എഫ് ആണ് എഴുതിയത്. കാരണം എന്താണ്? പോഷൻ പ്രോസസ് എന്ന് പറഞ്ഞെങ്കിലും ഇതെന്താണ്? ഇന്റർവൽ പ്രോസസ് ബിറ്റ്വീൻ 2 കൺസിക്യൂട്ടീവ് അറൈവൽസ്, അതായത് ഇന്റർ അറൈവൽ ഓഫ് ടൈംസ്. അത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ പി ഡി എഫ് എഴുതിയത്. ഇനി എന്താണ്? അപ്പൊ ഹെൻസ് അങ്ങനെയാണെങ്കിൽ പി ഓഫ് ടി ഗ്രേറ്റർ ദാൻ എ എന്താണ്? ഇ റൈസ് ടു മൈനസ് ലാംഡ എ ആണ്. ലാംഡ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ ഇ റൈസ് ടു മൈനസ് 3 എന്ന് കിട്ടും. ഇനി ഓരോ പാർട്ടായിട്ട് ചെയ്യാം. അതെന്താണ്? മോർ ദാൻ 1 മിനിറ്റ്, അതായത് പ്രോബിലിറ്റി ഓഫ് ടി ഗ്രേറ്റർ ദാൻ 1, മോർ ദാൻ 1 മിനിറ്റ്, പ്രോബിലിറ്റി ഓഫ് ടി ഗ്രേറ്റർ ദാൻ 1. ഇതെന്താണ്? ഇതുപോലെയല്ലേ? എയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ എന്ത് വരും? ഇ റൈസ് ടു മൈനസ് 3 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 1, ഇ റൈസ് ടു മൈനസ് 3 എന്ന് കിട്ടും. അതായത് 0.0498 എന്ന് കിട്ടും. രണ്ടാമത്തെ എന്താണ്? ബിറ്റ്വീൻ 1 മിനിറ്റ് ആൻഡ് 2 മിനിറ്റ്സ്, അതായത് പ്രോബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ ടി ലെസ് ദാൻ 2 എന്നാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രൽ 1 to 2. പി ഡി എഫ് എന്താണ്? എഫ് ഓഫ് ടി 3 ഇ റൈസ് ടു മൈനസ് 3t dt. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 3 ഇ റൈസ് ടു മൈനസ് 3t ബൈ മൈനസ് 3. ലിമിറ്റ് എന്താണ്? 1 to 2 ആണ്. ഈ 3 വെട്ടിക്കളയും. നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇ റൈസ് ടു മൈനസ് 3 മൈനസ് ഇ റൈസ് ടു മൈനസ് 6 എന്ന് വരും. ഇതിന്റെ ആൻസർ ആണ് 0.0473. ഒരു പാർട്ടും കൂടെ ഉണ്ട്. 4 മിനിറ്റ്സ് ഓർ ലെസ്. അപ്പൊ എന്താണ്? പ്രോബിലിറ്റി ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. ഇതിന് എന്ത് ചെയ്യണം? നമുക്ക് തിരിച്ചെഴുതാം. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ടി ഗ്രേറ്റർ ദാൻ 4 എന്ന് എഴുതാം. ഇതെന്താണ്? ഇതുപോലെയല്ലേ? അപ്പൊ ഇ റൈസ് ടു മൈനസ് 3 ഇൻറ്റു 4 അല്ലേ? അപ്പൊ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 3 ഇൻറ്റു 4 ആണ്. 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 12, അതായത് 0.9999 എന്ന് എഴുതാം. കണ്ടോ? എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്? ഓക്കെ. ഓക്കെ, താങ്ക് യു.